ആരോഗ്യമേഖലയിൽ മികച്ച കരിയർ സ്വപ്നം കാണുന്നവർക്ക് സുവർണാവസരം. വടക്കാഞ്ചേരിയിലെ പ്രശസ്ത എല്ലുരോഗ വിദഗ്ധനായ ഡോക്ടർ പ്രേംകുമാർ വിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന മാക്സ് കെയർ ഹോസ്പിറ്റൽ പുതുതലമുറയ്ക്ക് മികച്ച ജോലി സാധ്യതകൾ ഒരുക്കുന്ന BSS അംഗീകൃത ഡിപ്ലോമ കോഴ്സുകളായ ഫസ്റ്റ് എയ്ഡ് ആൻഡ് പേഷ്യന്റ് കെയർ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, എക്സ്റേ ടെക്നോളജി, ഫാർമസി അസിസ്റ്റന്റ് എന്നീ പാരാമെഡിക്കൽ കോഴ്സുകളുടെ 2026-28 ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഹോസ്പിറ്റലിൽ തന്നെ ജോലി ലഭിക്കാനുള്ള അവസരം. കോൺടാക്ട് 0488423231 9188401013. അധിനിവേശത്തിനെതിരെ ജനകീയ ബദൽ എന്ന മുദ്രാവാക്യമുയർത്തി നടക്കുന്ന COA സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പുതിയ കർമ്മ പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറിയും ജാഥ ക്യാപ്റ്റനുമായ നിസാർ കോയപ്പറമ്പിൽ VCV ന്യൂസിനോട് പറഞ്ഞു. കേബിൾ ഓപ്പറേറ്റർമാരെ ചേർത്ത് പിടിക്കുന്നതിനൊപ്പം ടൂറിസം ഉൾപ്പെടെയുള്ള മേഖലകളിൽ പുതിയ പ്രഖ്യാപനങ്ങൾ സമ്മേളനത്തിൽ ഉണ്ടാകും. ഓപ്പറേറ്റർമാർ നേരിടുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയാണ് സംഘടനയുടെ ലക്ഷ്യം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കേബിൾ മേഖലയ്ക്ക് ഒരു സഹായവും നൽകുന്നില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ജനഹൃദയങ്ങളിലുള്ള കമ്പനിയാണ് കേരള വിഷൻ എന്നും കേരളം ഈ ബദലിനെ ഏറ്റെടുത്തിട്ടുണ്ടെന്നും വടക്കാഞ്ചേരിയിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു. കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ 15ാമത് സംസ്ഥാന സമ്മേളനം തിരൂരിൽ നടക്കുകയാണല്ലോ. ഈ സമ്മേളനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊന്ന് പറയാമോ? 15ാമത് സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രാധാന്യം അധിനിവേശത്തിനെതിരെ ജനകീയ ബദലെന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഈ സംഘടന ഈ സാധാരണക്കാരെ കേബിൾ TV ഓപ്പറേറ്റർമാരെ ചേർത്ത് പിടിച്ച് ഈ സംവിധാനം രൂപപ്പെടുത്തിയത്. ഈ 15ാമത് സംസ്ഥാന സമ്മേളനത്തിലേക്ക് വരുമ്പോൾ വൈവിധ്യവൽക്കരണത്തിലൂടെ അധിനിവേശത്തിനെതിരായി പോരാട്ടം സംഘടിപ്പിക്കുക, അതോടൊപ്പം തന്നെ കേബിൾ TV രംഗം എന്നത് നിലനിർത്തിക്കൊണ്ട് തന്നെ, ബ്രോഡ്ബാൻഡ് രംഗം നിലനിർത്തിക്കൊണ്ട് തന്നെ ഓപ്പറേറ്റർമാരെ ചേർത്ത് പിടിച്ച് പുതിയ സംവിധാനങ്ങളിലേക്ക് മാറുക എന്ന പുതിയ പ്രഖ്യാപനം കൂടെ നടപ്പാക്കിയത് സാക്ഷാത്കരിക്കുകയും അതിന് കൂടുതൽ വൈവിധ്യവൽക്കരണം നടത്തി അതിൻ്റെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുക എന്നുള്ളതുകൂടിയാണ് ഈ സമ്മേളനത്തിൻ്റെ പ്രത്യേകത. അതോടൊപ്പം തന്നെ കഴിഞ്ഞ സമ്മേളനകാലം 2024 മുതൽ 2024 സംസ്ഥാന സമ്മേളനം എടുത്ത തീരുമാനം, ഭാവി പ്രവർത്തന പരിപാടി, ആ പ്രവർത്തന പരിപാടിയിൽ ഏറ്റവും പ്രധാനമായും പറഞ്ഞിരുന്നതാണ് ഈ വൈവിധ്യവൽക്കരണത്തോടൊപ്പം തന്നെ പുതിയ ബിസിനസ് മേഖലകൾ കണ്ടെത്തുക എന്ന്. അപ്പം കേരള വിഷനെ സംബന്ധിച്ചിടത്തോളം, കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ടൂറിസം രംഗത്തേക്ക് ഈ സംവിധാനം കടന്നിരിക്കുന്നു. കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനുമായി ചേർന്ന് ജോയിൻറ്റ് വെഞ്ചറായി ടൂറിസം രംഗത്ത് നിന്ന് ഇന്ത്യയിലെ ഏത് സ്ഥലത്ത്, ലോകത്തിലെ എവിടെ പോകാൻ പറ്റുമെങ്കിലും അവിടെ കേബിൾ TV ഓപ്പറേറ്റർമാരെ കൂടെ അതിൻ്റെ സംരംഭകരായി ചേർത്തുകൊണ്ട് ഒരു ടൂറിസം സൊസൈറ്റി തന്നെ രൂപകൽപ്പന ചെയ്യാൻ കഴിഞ്ഞു. TSP, ടോട്ടൽ സർവീസ് പ്രൊവൈഡർ, ഒരു സംവിധാനം, ഇപ്പോൾ ഒരു കെട്ടിടമോ ഒരു ഹോസ്പിറ്റലോ ഒരു കോളേജോ ഒരു ഓഡിറ്റോറിയോ ഇങ്ങനെ എന്തെങ്കിലും ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനാവശ്യമായ മറ്റെല്ലാ എക്യുപ്മെൻസും ഒരുക്കി കൊടുക്കാൻ കഴിയുന്ന ഒരു കമ്പനി തന്നെ രൂപപ്പെടുത്തി, അതിന് ടേണിങ്സ് എന്ന് പറയുന്ന കമ്പനി തന്നെ രൂപപ്പെടുത്തി അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. അങ്ങനെ വൈവിധ്യവൽക്കരണത്തിലൂടെ കേബിൾ TV ഓപ്പറേറ്റർമാർ ഇനി വരാൻ പോകുന്ന ഘട്ടത്തെ അവരുടെ സാമ്പത്തികമായ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറുക എന്നതോടും ഈ സമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കുന്നു. അതോടൊപ്പം തന്നെ കേബിൾ TV എന്ന് പറയുന്ന ഇന്നുവരെ വരെ ഞങ്ങൾ കേബിൾ TV ഓപ്പറേറ്റർ എന്ന രീതിയിൽ നിന്നും മാറി ഇപ്പോൾ കേരള വിഷൻ കേരളം എന്നതിൽ നിന്ന് മാറി കേരള വിഷൻ ഇന്ത്യയിലെമ്പാടും എന്നതാണ് ഞങ്ങളുടെ പുതിയ മുദ്രാവാക്യം. അതിൻ്റെ ഭാഗമായി തന്നെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ, ഇപ്പം പശ്ചിമ ബംഗാളാണേലും തമിഴ്നാടാണേലും കർണാടകയിലാണേലും ആ സംസ്ഥാനത്തടക്കം കേരള വിഷൻ്റെ ഉൽപ്പന്നം എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് കൂടുതൽ വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് ഈ സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതോടൊപ്പം തന്നെ ഓപ്പറേറ്റർമാർ നേരിടുന്ന ആഭ്യന്തര ഭീഷണികൾ നമുക്കറിയാം. സംസ്ഥാന സർക്കാരുകൾ, കേന്ദ്ര ഗവൺമെൻറ്റുകൾ കൊണ്ടുവരുന്ന ഓപ്പറേറ്റർമാർക്കെതിരായിട്ടുള്ള നിലപാടുകൾക്കെതിരെ ശക്തമായ സമരം സംഘടിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ സ്വകാര്യ കുത്തക കമ്പനികളുടെ ഈ കടന്നുകയറ്റും അവരുടെ വെല്ലുവിളിയും എങ്ങനെയാണ് ഈ സംഘടന നേരിടുന്നത്? സ്വകാര്യ കുത്തക കമ്പനികളെന്ന് പറഞ്ഞാൽ ഇന്നിപ്പം ചെറിയ കുത്തകകളൊന്നുമല്ല ഞങ്ങളുമായിട്ട് മത്സരിക്കുന്നത്, ആഗോള കുത്തക കമ്പനികളാണ് മത്സരിക്കുന്നത്. കേരളം ഒരു ഡിജിറ്റൽ ഹബ്ബാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിജിറ്റൽ ഹബ്ബാണ്. ആ ഡിജിറ്റൽ ഹബ്ബായ കേരളത്തിൽ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ വേണ്ടി അവർ വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്തുന്നുണ്ട്. അതിന് സർക്കാരുകളെ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. സാധാരണക്കാരായ കേബിൾ TV ഓപ്പറേറ്റർമാർക്ക് കൊടുക്കേണ്ട അവകാശങ്ങൾ നിഷേധിക്കുകയും എന്നാൽ ഈ പറയുന്ന കുത്തക കമ്പനികൾക്ക് ഇതെല്ലാം അനുവദിക്കുകയും ചെയ്യുന്ന ഒരു നയമുണ്ട്. ആ നയത്തിനെതിരായ പോരാട്ടം കൂടെ സംഘടിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഹബ്ബ്, കേരളം എന്ന് പറയുന്ന ഡിജിറ്റൽ ഹബ്ബായി നിൽക്കുന്ന ഈ സ്ഥലത്ത്
സാധാരണക്കാരായവർക്ക് ഏറ്റവും പ്രാപ്യമായ രീതിയിൽ ഇൻ്റർനെറ്റ് അടക്കമുള്ള സംവിധാനം ഞങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കേരളം എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ച ഒരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്ത് നിന്ന് ഞങ്ങളെ സംബന്ധിച്ചുള്ള അഭിമാനകരമായി പറയാൻ കഴിയും 15 ലക്ഷത്തോളം വീടുകളിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന കുത്തക കമ്പനികൾക്കൊന്നും കടന്നു ചെല്ലാൻ പറ്റാത്ത ആദിവാസി കോളനികൾ, അതുപോലെ തന്നെ മറ്റ് ജനവാസ കേന്ദ്ര പട്ടികജാതി കോളനികൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഫ്രീ ആയി ഇൻ്റർനെറ്റ് കണക്ഷൻ സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യപ്രകാരം കൊടുത്തിട്ടുള്ളവരാണ് ഞങ്ങൾ. ഈ കോവിഡ് കാലത്ത് സാധാരണക്കാർക്ക് പഠിക്കാനുള്ള അവസരം ഇല്ലാതെ വന്നപ്പോൾ ഫ്രീ ആയി കണക്ഷൻ കൊടുത്ത കമ്പനിയുടെ പേര് കേരള വിഷൻ എന്നാണ്. അന്ന് ഈ പറയുന്ന കുത്തക കമ്പനികളൊന്നും ഉണ്ടായില്ല. ഈ കുത്തക കമ്പനി അതുകൊണ്ട് തന്നെ ഞങ്ങൾ ജനഹൃദയങ്ങളുള്ള കമ്പനിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇന്ന് ഈ പറയുന്ന കുത്തക കമ്പനികൾ വാരിക്കോരി ചില വാഗ്ദാനങ്ങൾ നൽകുമ്പോഴും ഈ കോടിക്കണക്കിന് രൂപ ഒഴുക്കുമ്പോഴും സർക്കാരിൻ്റെ എല്ലാ സംവിധാനങ്ങളെ പിടിച്ചെടുക്കുമ്പോഴും ഞങ്ങൾ ജനഹൃദയത്തിൽ ജീവിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഈ 15 ലക്ഷം കണക്ഷൻ ഇന്ത്യയിൽ 5ാം സ്ഥാനത്തും കേരളത്തിൽ 1ാം സ്ഥാനത്തും. ഞങ്ങളെ 1ാം സ്ഥാനം എന്ന് പറഞ്ഞാൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഞങ്ങളെ അതിൻ്റെ പകുതി പോലും കണക്ഷൻ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ കേരള ജനത ഞങ്ങളെ ഏറ്റെടുത്തു എന്നുള്ളതാണ്. ഈ കേബിൾ വലിക്കാൻ KSEB അധിക ചാർജ് ഈടാക്കുന്നു എന്ന് പൊതുവെ ഓപ്പറേറ്റേഴ്സിൻ്റെ ഒരു പരാതിയുണ്ട്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അത് തീർച്ചയായും ആണല്ലോ. കേബിൾ ടി ഇപ്പം ഇന്ത്യ ഗവൺമെൻറ് ഒരു നയം കൊണ്ടുവന്നു. ROW റൈറ്റ് ഓഫ് വെയർ പ്രകാരം ഒരു പോസ്റ്റിനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പോസ്റ്റിന് കേബിൾ വലിക്കുന്നതിന് 100 രൂപ എന്നാണ്. അപ്പോൾ അതിന് KSEB ഉദ്യോഗസ്ഥർ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഭരണകർത്താക്കൾക്ക് ചില നയമുണ്ടെങ്കിലും ഉദ്യോഗസ്ഥർ ആ നയത്തെ തന്നെ തിരുത്തുവാണ്. എന്താ ചെയ്യുന്നത്? KSEB ഉദ്യോഗസ്ഥർ പറയുന്നത് ഒരു വയറല്ല വേറെ വയർ വലിച്ചിട്ടുണ്ടെന്നാണ്. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, സാധാരണ ഒരു കേബിൾ വീട്ടിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കണം, ഒരു മെയിൻ ലൈൻ വഹിക്കണം. ആ മെയിൻ ലൈൻ ഒരു സബ് ലൈൻ വലിച്ചെങ്കിൽ ഒരു കണക്ഷൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് ഇവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ആ തരീക്ക് അത് 2 കേബിളാണ്, 2 കേബിളിൻ്റെ പൈസ തരണം. പിന്നെന്താ പറയുന്നത്, നിങ്ങൾ കൊടുക്കുന്ന മൾട്ടീസ് ഇതാണ്. അതായത് നമ്മൾ ഇൻ്റർനെറ്റ് കൊടുക്കുന്നുണ്ട്, കേബിളും ഇൻ്റർനെറ്റും കൊടുക്കുന്നുണ്ട്. എന്താ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്? കേബിൾ ഇന്ത്യൻ ടെലികോം ആക്ട് പ്രകാരം കേബിളിൽ കൂടെ കൊടുക്കുന്ന സർവീസിന് പോസ്റ്റ് 1-ന് 100 രൂപ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെ ഇവർ വൈക്രീകരിക്കുകയാണ്. ഇപ്പം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഒരു വിധി കൊണ്ടുവന്നു. ആ വിധിയിൽ പറഞ്ഞിരിക്കുന്ന ROW പ്രകാരം കേബിൾ TV ഓപ്പറേറ്റർ എന്നാണ് പറയുന്നത്. കേബിൾ TV ഓപ്പറേറ്റർമാർക്ക് മുഴുവൻ പേർക്കും ഈ ആനുകൂല്യം കൊടുക്കണമെന്ന് പറയുമ്പോഴും ഇവിടുത്തെ KSEB ബോർഡ് ചെയ്യുന്നത് അത് കേരളത്തിലെ ചെറുകിട കേബിൾ TV ഓപ്പറേറ്ററായ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഞങ്ങൾക്ക് കൊടുക്കാതിരിക്കാനുള്ള ഒരു ഇൻഡാസ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. എന്താ പറഞ്ഞാൽ കേബിൾ TV ഓപ്പറേറ്റർമാരുടെ നമ്പർ കൂടുതലാണ്, അത് വ്യക്തതയില്ല എന്ന് പറഞ്ഞ് അതിന് വീണ്ടും അനാവശ്യമായി ഈ ഓപ്പറേറ്റർമാരെ ബുദ്ധിമുട്ടിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇതിനെതിരെ ഞങ്ങൾ ഹൈക്കോടതി വീണ്ടും പെറ്റീഷൻ കൊടുത്തിരിക്കുകയാണ്. ഈ സർക്കാർ സംവിധാനങ്ങൾ COയുടെ ഒപ്പമുണ്ടോ? സർക്കാർ സംവിധാനങ്ങളൊന്നും സർക്കാരിൻ്റെ എന്നല്ല, ഒരു സംവിധാനത്തിന് സഹായമില്ലാതെ പോകുന്നൊരു സംവിധാനമാണ്. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, ആയിരക്കണക്കിന് വരുന്ന ചെറുപ്പക്കാരെ, തൊഴിൽരഹിതരായ ചെറുപ്പക്കാർ സ്വന്തം ഭൂമിയും വീടും പണയപ്പെടുത്തിയും കെട്ടുതാലി പണയം വെച്ചുമാണ് ഈ രംഗത്തേക്ക് വന്നിരിക്കുന്നത്. സർക്കാരിന് എല്ലാവർക്കും ജോലി കൊടുക്കാൻ കഴിയില്ല. പക്ഷേ ഞങ്ങൾ സ്വന്തമായി കഷ്ടപ്പെട്ടൊരു സംവിധാനം ഉണ്ടാക്കി അതിനെ സഹായിക്കേണ്ട ഗവൺമെൻറ്റാണ്. ഈ കേരള ഗവൺമെൻറ് പ്രത്യേകം എന്താ, എല്ലാ പുതിയ സംരംഭങ്ങൾക്കും വലിയ ധനസഹായം കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാർ 50,000-ഓളം പേര് നേരിട്ടും പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും ജോലിയെടുക്കുന്ന സ്ഥലമാണ്. പക്ഷേ ഇവിടെ ഒരു സഹായം ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, കിട്ടേണ്ട അർഹതയുള്ള സഹായം പോലും നിഷേധിക്കുമ്പോൾ അതിന് ഒരു വാക്ക് പോലും പറയാൻ തയ്യാറാകുന്നില്ല. ഇതിന് ഞങ്ങൾ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ നേരിട്ടുണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇടപെടാമെന്ന് പറഞ്ഞിട്ടും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞങ്ങൾക്ക് ഒരു സംവിധാനത്തിൻ്റെ, ഒരു സർക്കാർ ഏജൻസികളുടെയും, കേന്ദ്രമാണെങ്കിലും സംസ്ഥാനത്തിൻ്റെ ആണെങ്കിലും ഒരു തരത്തിലുള്ള സഹായവും ഇല്ലാതെയാണ് ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഈ സാധാരണക്കാർക്ക് ഈ പറയുന്ന കുത്തക കമ്പനികൾ വലിയ രീതിയിൽ പണം വാങ്ങിക്കുമ്പോൾ അതിൽ നിന്നെല്ലാം വളരെ കുറച്ച് ലഘുവായ താരിഫിൽ ഞങ്ങൾ ഇൻ്റർനെറ്റും ഈ കേബിൾ TV ഇവിടെ കൊടുക്കുന്നു എന്നുള്ളതാണ്.